ഞാനടക്കമുള്ള എല്ലാ സുഡാപ്പികളും അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇസ്രായേൽ ഗസ ഈ പറഞ്ഞ വംശഹത്യയും പ്രശ്നങ്ങളൊക്കെ തീർന്നു. ഇസ്രായേൽ സീസ് ഫയർ കൊണ്ടുവന്നു, അല്ല ഗസയിൽ സീസ് ഫയർ കൊണ്ടുവന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. 10-65 ആൾക്കാർ മരിച്ചെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ജീവൻ കിട്ടി. ഇനി അവരെ കോൺക്രീറ്റ് പാളിൻ്റെ ഇടയിലൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ടേതൊക്കെ നമ്മൾ വിചാരിച്ചു അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ പറയുക, എല്ലാ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകളൊക്കെ ഗസയിലോട്ട് പാറി പോകുന്ന. ഒരു ദിവസം 600ഓളം ലോറികളാണ് ഉള്ളോട്ട് കയറാൻ പോകുന്നത്. നമ്മുടെ ട്രംപ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ച് ഫ്രണ്ടിലുണ്ട്. കൂട്ടത്തിൽ ഈജിപ്ത് ഉണ്ട്, തുർക്കി ഉണ്ട്, തൊട്ടപ്പുറത്ത് ഖത്തറുണ്ട്. അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ കണ്ടത്. ഹോസ്റ്റേഴ്സിനൊക്കെ തിരിച്ചു വിട്ടു, ഹമാസ് പിടിച്ചു വെച്ചിരുന്ന ആളുകളൊക്കെ തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ അവിടെ നിന്നുള്ള കുറേ പ്രിസണേഴ്സിനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ നോർത്തേൺ ഗസയിൽ നിന്ന് കുറേ ആളുകൾ തങ്ങളുടെ പഴയ സ്ഥലമായിട്ടുള്ള സ്ഥലത്തോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 8 ലക്ഷത്തോളം ആളുകൾ തിരിച്ചെത്തി എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇന്നലെ പകൽ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ന്യൂസ് കൂടെ വരുന്നത്. സമാധാനിക്കാൻ വരട്ടെ, 9 പലസ്തീനികളെ കൂടെ ഇസ്രായേൽ സേന വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഈ സീസ് ഫയർ എന്നുള്ളത് ഒന്നുമല്ല. അത് പണ്ടും അന്ന് അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചിട്ട് ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രത്യേക വിഭാഗം ഈ പറഞ്ഞ സീസ് ഫയർ മുന്നോട്ട് കൊണ്ടുപോയത്? അല്ലെങ്കിൽ കരാറ് ലംഘിക്കാണ്ട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇല്ല. ലോകത്തുള്ള ഒരു കരാറുകളും അവർക്ക് അടിസ്ഥാനമില്ല അല്ലേ. ലോകത്തുള്ള ഏത് കരാർ എടുത്തോ നിങ്ങൾ, നമ്മൾ അറ്റോമിക് കരാറുകൾ എടുത്തോ, നമ്മൾ മറ്റു പല രാഷ്ട്ര നാറ്റോകളുണ്ട്, ഇതിലൊന്നും അംഗങ്ങളല്ല അല്ലേ. അവർക്ക് എന്തും പറയാം, എവിടെയും പറയാം. അതിന് ചുക്കാൻ പിടിക്കാൻ നമ്മുടെ ലോക പോലീസ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കരാറിലും ഒരു കാലത്ത് ഒപ്പിട്ടിട്ടുമില്ല. ഇനി ഏതെങ്കിലും കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് അവർ തന്നെ ലംഘിച്ചിട്ടുമുണ്ട്. അതുതന്നെയാണ് ഇന്നലെ ഗസയിൽ നടന്നത്. ഗസയിൽ തിരിച്ചു വരുന്ന, അതായത് നോർത്തേൺ ഗസയിൽ നിന്ന് തിരിച്ചു വരുന്ന 9 പേരെയാണ് ഇസ്രായേലി സേന വീണ്ടും വെടിവെച്ച് കൊന്നത്. അതിന് കാരണം പറയുന്നത് അവരുടെ സ്വയം രക്ഷാർത്ഥം കൊന്നതാണ്. അതായത് അവരുടെ അടുത്തോട്ട് വന്നപ്പം കൊന്നതാണ്. കയ്യിലേ ഒന്നുമില്ല, പട്ടിണി പാവങ്ങളെ, ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത, കയ്യിൽ കിട്ടുന്ന എന്താണോ കല്ലോ മണ്ണോ എടുത്ത് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഇസ്രായേൽ സേനൻ്റെ അടുത്തോട്ട് ചെന്നു. അവർ പേടിച്ചിട്ട്, അല്ലെ അവരുടെ ബോഡി, അല്ലെ സ്വയം രക്ഷാർത്ഥം അവർ 9 പേരെ വെടിവെച്ച് അങ്ങോട്ട് കൊന്നു. More news coming in. The Israeli Defense Forces report that 5 Palestinians were killed today in Gaza City's eastern Shejaiya neighborhood after crossing a ceasefire boundary known as the Yellow Line. Now, according to the IDF, the individuals approached Israeli troops despite attempts to disperse them. When they refused to comply, the military says it fired to neutralize the perceived threat. The Israeli army has denied claims that any gunmen breached an Israeli campment area in the area. The IDF has urged residents of Gaza to adhere to instructions and avoid approaching its forces that are deployed in the region. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഇന്റർനാഷണൽ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. IDF കൺഫേം ചെയ്തു, ഈവൻ ഹമാസും കൺഫേം ചെയ്തു കൊന്നു എന്നുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഇനി വീണ്ടും വരും, നാളെ അവർ വീണ്ടും കുറച്ച് പേരെ കൊന്നിട്ട് പറയും അവർ തിരിച്ച് ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കൊന്നേ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും സീസ് ഫയർ ഞങ്ങൾ ഏതായാലും സൈൻ ചെയ്തിട്ടില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. നമ്മൾ ഹമാസിൻ്റെ ആളുകളാണെങ്കിലും വേണ്ടില്ല, ഇസ്രായേലിൻ്റെ ആളുകളാണെങ്കില ഈ പറഞ്ഞ ഉടമ്പടിയിലൊന്നും സൈൻ ചെയ്തിട്ടില്ല. ഈ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടു നിന്ന കുറച്ച് രാജ്യക്കാർ പോയിട്ട് സൈൻ ചെയ്ത് അവർ അത് 4 മീഡിയക്ക് കാണിച്ചു കൊടുത്തു, ഹായും വിളിച്ചു, സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളെ പറത്തി ഇങ്ങോട്ട് പോരുക ചെയ്തത്. അപ്പം ഈ കൊന്നുകണോ ചോദിക്കാനും മധ്യസ്ഥർക്ക് പറ്റൂല. കാരണം ഇവർ സൈൻ ചെയ്യാത്ത പിന്നെ എന്ത് കോടാലിയ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ നാളെ നിങ്ങൾക്ക് കേൾക്കാം, നാളെയും മറ്റന്നാളും ഒക്കെ ഇതേപോലെ ദിവസം 5ഉം 10ഉം 20ഉം ഒക്കെ ആയിട്ട് തുടങ്ങും. പിന്നെ അത് അവരെ അങ്ങോട്ട് സ്ഥിരമാക്കിയിട്ട് അവിടെയുള്ള ആൾക്കാരെ കൊന്നു തീർക്കും, അത്രയേ ഉള്ളൂ. കാരണം ഇത്രയും കാലം അവരുടെ കയ്യിൽ 19 ഹോസ്റ്റേഴ്സ് ഉണ്ടല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ അതായത് ദിവസം 1000 കൊല്ലുന്നതിന് പകരം അവർ ദിവസം 200 വെച്ച് കൊന്നത്. ഇനിയിപ്പം തിരിച്ച് കിട്ടാനുള്ളത് കിട്ടി, ഇനി അവരുടെ കയ്യിലൊന്നുമില്ല, ഇനി അവിടെ തീർത്തേക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഇത് മുന്നോട്ട് പോകുന്നത്. അതിന് പല കാരണങ്ങളും അവർ പറയുകയും ചെയ്യും. പിന്നെ അങ്ങോട്ടുള്ള ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ, അതായത് ഭക്ഷണവും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഗസ അതിർത്തിയിൽ ഇസ്രായേൽ സേന പിടിച്ചു വെച്ചിട്ടുണ്ട്. Meanwhile, desperately needed aid is beginning to flow into Gaza, but trucks are still subject to inspection. The United Nations is calling on Israel to reopen all points of entry into the enclave to speed up the process. Now, another point of the peace plan is that emergency aid. Well, we've gone from a small trickle of aid to now a stream where we actually need a torrent, an overwhelming torrent of aid. We're nowhere near that yet. There are 2 million people, 90% of which have been displaced, famine conditions. They're not getting the aid they need. ദിവസം 600ഓളം ലോറികൾ ഉള്ളോട്ട് പോകണം എന്നുള്ളത് 300 ആക്കി ചുരുക്കിയിട്ടുണ്ട്. ബാക്കി ഇപ്പം കൊടുക്കുന്നില്ല. കാരണം
ഹമാസ് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ബന്ദികളുടെ, അതായത് മരിച്ചു പോയിട്ടുള്ള ബന്ദികളുണ്ടല്ലോ, അവരുടെ ബോഡി മൊത്തത്തിൽ വിട്ടു തരണം. വിട്ടു തന്ന് ഹമാസ് ആയുധം താഴെ വെച്ച് ഹമാസ് കണ്ടം വായിക്ക് ഓടിക്കഴിഞ്ഞാലേ ഞങ്ങൾ ഉള്ളോട്ട് സാധനങ്ങൾ കൊടുത്തു വിടൂ എന്നാണ് ഇപ്പോഴത്തെ ഇസ്രായേൽ അതിർത്തി സേന പറയുന്നത്. എങ്ങനെയുണ്ട്? കിട്ടാനുള്ളത് കിട്ടി. ഇനി അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവർ പട്ടിണിടം ചത്താലും വേണ്ടില്ല, എന്താണെങ്കിലും വേണ്ടില്ല, അതങ്ങനെ തന്നെ പോട്ടെ. ഈ അങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ പറഞ്ഞ ഗസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ്. അമേരിക്കയുടെയും ഈ പറഞ്ഞ ഇസ്രായേലും തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അവർ തന്നെയാണ് അവിടേക്കുള്ള പട്ടിണി ഉണ്ടാക്കിയതും. പട്ടിണിയുള്ള സ്ഥലത്തോട്ട് എന്തെങ്കിലും ഭക്ഷണത്തിന് നോക്കി വന്ന 2500 ആൾക്കാരെ കഴിഞ്ഞ 2 മാസം കൊണ്ട് വെടിവെച്ച് കൊന്നത്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള സാധനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള അധികാരം ഇവർക്ക് തന്നെ ഉള്ളത്. ഈ ഉടമ്പടിയിൽ സൈൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടുള്ള ഭക്ഷണം എത്തുമെന്നും അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ള ആളുകളെ കൊല്ലാണ്ടിരിക്കുന്നതിന് ഒരു തീരുമാനങ്ങളും ഇല്ല. ഇനി ഹമാസിന് തിരിച്ചിട്ടൊന്നും ചെയ്യാനും പറ്റില്ല. ഹോസ്റ്റേഴ്സിനൊക്കെ ഒരു വിടുകയും ചെയ്തു. ഇനി എന്ത് കാണിച്ചിട്ടായിരിക്കും ഇവർ? ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഇന്നലെയും മെനിയാന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, പറഞ്ഞ വാക്കിന് ഒരു ഇത്തിരി പോലും വിലയില്ലാത്ത ഈ ഒരു ഇസ്രായേലി ഗവൺമെൻറ്റും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ചെകുത്താനായിട്ടുള്ള നെതന്യാഹുവാണ് ഈ രാജ്യം ഇപ്പോഴും ഭരിക്കുന്നത്. യുദ്ധം തീർന്നു കഴിഞ്ഞാൽ വിചാരണക്ക് വിധേയനായിട്ട് പറഞ്ഞ നെതന്യാഹു കൂട്ടിക്കയറും, അതായത് ജയിലിൽ കയറും അറിയുന്നത് കൊണ്ടൊക്കെ തന്നെ ഈ യുദ്ധം അല്ലെങ്കിൽ ഈ സീസ് ഫയർ ഒന്ന് മുന്നോട്ട് എത്രത്തോളം നടക്കും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. പിന്നെ നോബൽ സമ്മാനം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മുടെ ട്രംപ് ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ചത്. അതേതായാലും മുഞ്ചിപ്പോയി. ഇനി അടുത്ത കൊല്ലം കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി കുറേ യുദ്ധങ്ങളുണ്ടല്ലോ, അത് പുള്ളി തീർത്തോളും. അതിലേതെങ്കിലുമൊക്കെ 1-2 യുദ്ധം എങ്ങനെയെങ്കിലുമൊക്കെ തീർത്തു എന്നുള്ള 4 ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കൊല്ലത്തത് പുള്ളിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ പിന്നാലെ എത്രത്തോളം ഈ പറഞ്ഞ ട്രംപ് പിടിച്ചു തൂങ്ങി പോകും എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. ഈവൻ ട്രംപ് പറഞ്ഞാൽ പോലും നെതന്യാഹു കേൾക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പം നമ്മുടെ ലോകക്രമങ്ങൾ പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം ഇന്നലത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ സീസ് ഫയർ കഴിഞ്ഞാലും ഒരു 9 ആൾക്കാരെ ഇസ്രായേലി സേന കൊന്നു. അങ്ങോട്ട് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ എയ്ഡുകളുടെയും ഓഫാക്കി അവർ ചുരുക്കി. ബോർഡർ എല്ലാം അവരുടെ കയ്യിൽ തന്നെ കൺട്രോളുള്ളത് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ഇനി നാളെ ഇതുപോലെ ഇതിനേക്കാൾ വേറെ വലിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകും. മധ്യസ്ഥം നിന്നവർക്ക് വാ തുറക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ എന്താ പറയുക, ഇപ്പുറത്ത് ഹമാസിന് ഇനിയൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. കാരണം വീടില്ല, ഒന്നുമില്ല, ഭക്ഷണമില്ല, വീടില്ല, വെള്ളമില്ല, കയ്യിൽ പൈസ ഇല്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ല. പിന്നെ എന്ത് വെക്കുക? ആ പറഞ്ഞ കോൺക്രീറ്റ് എന്താ പറയുക, ആ ഒരു ലോകത്ത്, പൊളിഞ്ഞ വീണ കോൺക്രീറ്റ് ലോകത്ത് പട്ടിണി കിടന്നും ഇവരുടെ വെടികൊണ്ടും മരിച്ചു തീരാൻ മാത്രം വിധിയുള്ള ഒരു ജനവിഭാഗം അല്ലേ, അതായത് വംശമായിട്ട് തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം. ഇസ്രായേലിന് അവർക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ സ്വയം ജയിച്ചു എന്ന് കാണിക്കാൻ പറ്റാണ്ട് തല കുനിച്ചിരിക്കുന്ന ആ ഒരു ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ പട്ടാളത്തിനും കൊന്നു തീർത്ത് അരിശം തീർക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സീസ് ഫയർ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ജനോസൈഡ് ആണെങ്കിലും വിലയിരുത്താൻ പറ്റുള്ളൂ.